കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ ലോകത്തിലുള്ള വിവിധ പ്രത്യക്ഷപ്പെടലുകളെക്കുറിച്ചും ഈ ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വിലപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ചുമാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിൽ നാം കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക, അനുഭവിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മയുടെ വ്യക്തിപരമായ ഇടപെടലുകൾ കഞ്ചിക്കോട്ട് റാണി ജോൺ എന്ന് പറയുന്ന സഹോദരിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഓരോ ഇടപെടലുകളുമാണ് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നാം കണ്ടത്. ഇന്ന് വളരെ വ്യത്യസ്തമായി നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട വലിയൊരു സത്യം, വളരെ പ്രത്യേക രീതിയിലുള്ള ദൈവത്തിൻ്റെ തന്നെ ഇടപെടലിലൂടെ ഇന്ന് വെളിപ്പെട്ട് കിട്ടുകയാണ്. റാണി ചേച്ചിയുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് കരുതാവുന്ന ഒരു പ്രത്യേകമായ ദൈവിക ഇടപെടലിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം ശ്രവിക്കുവാൻ പോകുന്നത്. ശ്രീമുള്ള സഹോദരങ്ങളെ, 1997 ഒക്ടോബർ മാസം 26-ാം തീയതി കഞ്ചിക്കോട്ടുള്ള ഗുഡ് ഷെപ്പേർഡ് ഇടവക ദേവാലയത്തിൽ അന്നൊരു ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടാൻ പോവുകയാണ്. അന്ന് ഇടവകയിൽ വലിയ ആഘോഷമാണ്. കാരണം അന്ന് ഇടവക വീട്ടിൽ കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിക്കുന്ന ദിവസമാണ്. ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഇടവക മുഴുവൻ ഒരുങ്ങി, കുട്ടികളും മാതാപിതാക്കളും ഇങ്ങനെ ഒരുങ്ങി ഞായറാഴ്ച വിശുദ്ധ ബലി അർപ്പണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ആദ്യ കുർബാന സ്വീകരണത്തിൽ മുഖ്യ കാർമ്മികനായി വിശുദ്ധ ബലി അർപ്പിക്കുവാൻ അന്ന് വന്നത് പാലക്കാട് രൂപതയുടെ മെത്രാനായിരുന്ന അഭിവന്യ ജേക്കബ് മാനത്തോടത്ത് പിതാവാണ്. പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഈ വിശുദ്ധ ബലി അർപ്പണത്തിന് വേണ്ടി ഒരു തയ്യാറെടുത്ത് കാത്തിരിക്കുന്ന നിമിഷം റാണി ചേച്ചിയും അന്ന് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാന ആരംഭിച്ചു. ഇടവകയിലെ കൊച്ചു കുട്ടികൾ ആ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ഈശോയെ സ്വന്തമാക്കി. അങ്ങനെ സ്വർഗം ഇറങ്ങി നിൽക്കുന്ന വലിയ അനുഭവത്തിലൂടെ ആ ഇടവക സമൂഹം മുഴുവനും കടന്നു പോവുകയാണ്. വിശുദ്ധ ബലി മധ്യേ കുർബാന സ്വീകരണത്തിൻ്റെ സമയമായി ഇടവകയിൽ പിതാവ് കുട്ടികൾക്കൊക്കെ ദിവ്യകാരുണ്യം നൽകുന്നു. മറ്റ് വികാരിച്ചനും മറ്റ് വൈദികരും ഒക്കെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് ദിവ്യകാരുണ്യം നൽകുന്ന നിമിഷം റാണി ചേച്ചി ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനായി കടന്നു ചെന്നപ്പോൾ വൈദികൻ തിരുശരീരം പിടിച്ചിരുന്ന കുസ്തോതിയിലേക്ക് നോക്കി. ചേച്ചി പറഞ്ഞത് ഇപ്രകാരമാണ്: ആ കുസ്തോതിയിലേക്ക് നോക്കിയപ്പോൾ ആ കുസ്തോതിയിൽ വലിയ പ്രകാശം വെട്ടിത്തിളങ്ങുന്നതായിട്ട് ചേച്ചി കാണുകയാണ്. തിരുശരീരം ഒന്നും അല്ല ആ കുസ്തോതിയിൽ കാണുക, പ്രകാശം വെട്ടിത്തിളങ്ങുന്നതായി ചേച്ചി കാണുന്നു. അതിനുശേഷം വൈദികൻ
ചേച്ചിയുടെ നാവിലേക്ക് തിരുശരീരം നൽകിയപ്പോൾ ചേച്ചി പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് കർത്താവിനെ സ്വീകരിക്കുക. ചേച്ചി പറയുന്നത് ഇപ്രകാരമാണ്: കുമ്പസാരിച്ചിട്ട് 1-2 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എങ്കിലും ആ ദിവസങ്ങൾക്കുള്ളിൽ ഈ കുർബാന സ്വീകരണത്തിന് മുൻപും കുമ്പസാരത്തിന് ശേഷവും താൻ ചെയ്തു പോയ ഏതെങ്കിലുമൊക്കെ തെറ്റുകളോ കുറ്റങ്ങളോ പാപങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഈശോയുടെ തിരുശരീരം രക്തങ്ങൾ ബോധ്യത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് തിരുശരീരം ഇറക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പെട്ടെന്ന് ചേച്ചിയുടെ നാവിൽ വെച്ചിരുന്ന കർത്താവിൻ്റെ തിരുശരീരം രക്തം ചിന്തുന്ന മാംസക്കഷ്ണമായി മാറുകയാണ്. അങ്ങനെ ചേച്ചി കർത്താവിൻ്റെ തിരുമുറിവുകളിലേക്ക് തൻ്റെ മുഖം അമർത്തി നിൽക്കുന്ന വലിയൊരു അനുഭവത്തിലായിരുന്നു എന്ന് പങ്കുവയ്ക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മുടെ രക്ഷകനായ ദൈവം ആ ഒരു കൊച്ച് ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും നാവിലൂടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ദിവ്യകാരുണ്യ അനുഭവവും എന്താണെന്ന് വ്യക്തമായി കർത്താവ് വെളിപ്പെടുത്തുകയാണ്. റാണി ജോൺ എന്ന് പറയുന്ന സഹോദരി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ നാവിൽ അത് മനുഷ്യമാംസമായി മാറി രക്തം ചിന്തുന്ന മനുഷ്യമാംസം. ഒരു ഹൃദയത്തിൻ്റെ ആകൃതിയിൽ ആ തിരുശരീരം, തിരുവോസ്തി രക്തമായി തിരുശരീരമായി മനുഷ്യ ശരീരമായി മാറുന്ന ആ ഒരു അപൂർവമായ ആ കാഴ്ച കൂടെ ഉണ്ടായിരുന്ന ഇടവക ജനങ്ങൾ പലരും കാണുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ ചേച്ചിക്ക് ഒരു പരിസര ബോധം മറ്റൊന്നും ചേച്ചി അറിയുന്നില്ല. കർത്താവുമായി ഒന്നായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്ന അനുഭവം, ഈശോ ഈ സഹോദരി ഈശോയിലുമായിരിക്കുന്ന വലിയ അനുഭവത്തിൽ ദൈവത്തെ ചേച്ചി സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുശരീരം കായൽ സ്വീകരിച്ചത് ചേച്ചിക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. ചേച്ചി പറഞ്ഞത് ഇപ്രകാരമാണ്: വലിയ തൊണ്ടയിൽ നിന്ന്, വലിയ ചൂളയിൽ നിന്നൊരു നീരാവി, അത് ഈ ആവി പുറത്തു വരുന്ന പോലെ എന്തോ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു അനുഭവം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ചേച്ചി ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ ആ നിമിഷങ്ങളിൽ മുഴുവനും ഇരുന്ന് ചേച്ചി പ്രാർത്ഥിച്ച് സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം വിശുദ്ധ കുർബാന തുടർന്നു. സമാപന ആശീർവാദത്തിന് ശേഷം അഭിമന്യ പിതാവ് ചേച്ചി അടുത്തേക്ക് വിളിച്ചു. ചേച്ചി പിതാവിൻ്റെ അടുത്തേക്ക് പലരും ചേച്ചിയെ പിടിച്ചുകൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിതാവ് ഈ കർത്താവിൻ്റെ തിരുമാംസമായി മാറിയ ഈ തിരുവോസ്തി ചേച്ചിയുടെ നാവിൽ പിതാവ് ദർശിച്ചു. പിതാവ് അതിനുശേഷം ചേച്ചിയോട് പറഞ്ഞു: റാണി, നീ ഇത് സ്വീകരിക്കുക, ഇത് ഉൾക്കൊള്ളുക. പിതാവ് നീ ഇത് സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇത്രയും നേരം ഇറക്കാൻ സാധിക്കാതെ ആ ഒരു അവസ്ഥയിലിരുന്ന ചേച്ചിക്ക് ആ തിരുശരീരം വളരെ ഭക്തിയോടും സ്നേഹത്തോടും കൂടി ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചു. ചേച്ചി പറയുകയാണ്, ജീവിതത്തിൽ ചേച്ചി അന്ന് അനുഭവിച്ച ആ നിമിഷങ്ങൾ അത് ഒരിക്കലും വർണ്ണിക്കാനാവാത്ത നിമിഷമാണ്. കർത്താവിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യം വെളിപ്പെട്ട് കിട്ടിയ നിമിഷം. ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യം നാം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് ദിവ്യകാരുണ്യ അത്ഭുതം പ്രവർത്തിച്ച നിമിഷം. ഒരു മനുഷ്യന് ദൈവത്തിന് ഒരുപക്ഷേ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് വിശുദ്ധ കുർബാന എന്ന് വെളിപ്പെടുത്തി കൊടുത്ത നിമിഷമാണ്. നമ്മളൊക്കെ ഓരോ വിശുദ്ധ ബലികളിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം സ്വീകരിക്കുന്ന ഈശോയുടെ യഥാർത്ഥമായ ശരീരവും രക്തവുമാണെന്നും അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണെന്നും ജീവനുള്ള ദൈവത്തെയാണ് നാം സ്വീകരിക്കുന്നതെന്നുമുള്ള വെളിപ്പെടുത്തലാണ് ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും ഈ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടിലും റാണി ജോൺ എന്ന സഹോദരിയിലൂടെ ആ ദിവ്യകാരുണ്യ അത്ഭുതം പ്രവർത്തിച്ച് നമ്മുടെയൊക്കെ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ദൈവം അനുവദിച്ച നിമിഷമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ വിശുദ്ധ കുർബാനയിൽ
റാണി ചേച്ചി അനുഭവിച്ച അതേ ദിവ്യകാരുണ്യനാഥൻ, ജീവനുള്ള ദൈവം നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധ കുർബാന മധ്യേ നമ്മുടെ നാവിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതെത്രമാത്രം ബോധ്യത്തോടും ആഴമായ സ്നേഹത്തോടും കൂടിയാണ് വിശുദ്ധ കുർബാനയിൽ നാം സംബന്ധിക്കുന്നതും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെന്നും പരിശോധിക്കുവാൻ ഇപ്രകാരമുള്ള പ്രകടമായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മളൊക്കെ ഒരുപാട് വിശുദ്ധ ബലിയർപ്പിക്കുന്നവരാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ടോക്കുകൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാന അനുഭവങ്ങളും ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും എത്രമാത്രമുള്ള ദൈവ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് പരിശോധിക്കുവാൻ പ്രകാരമുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നമ്മെ സഹായിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ അവിടെ സ്വർഗീയ വൃന്ദങ്ങളുടെ സാന്നിധ്യമുണ്ട്, പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, പുത്രനായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ത്രിയേക ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ ഓരോ വിശുദ്ധ ബലിയിലും ആയിരിക്കുക എന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. വിശുദ്ധ ബലി മധ്യേ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരുപക്ഷെ അല്പം കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയിലും കാണുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ കുർബാനയിൽ ഒരുപാട് അടയാളങ്ങൾ കാണുന്നുണ്ട്. കൂദാശ എന്ന് പറയുമ്പോൾ കൂദാശയെ നിർവചിക്കുന്ന ഇപ്രകാരമാണല്ലോ: അദൃശ്യമായ പ്രസാദവരത്തെ പ്രകടമാക്കുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഒരുപാട് അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന, വിശുദ്ധ ബലി നമ്മൾ നിസ്സാരമായി കരുതരുത്. നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് പോകണം. വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴുള്ള ഓരോ വാക്കുകളും പ്രാർത്ഥനകളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഏറ്റവും ഭക്തിയോടുകൂടി ചൊല്ലി പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയും, ഞാൻ വിശുദ്ധ കുർബാന കാണാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് പല ആത്മീയ പിതാക്കന്മാരുടെ പങ്കുവയ്ക്കൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ഇത് കാണാൻ പോകുന്നതല്ല, നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോവുകയാണെന്നുള്ള സത്യം. ഇനി വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ വൈദികൻ വിശുദ്ധ ബലി അർപ്പിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം, മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മൾക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിന്റെ പൊതു പൗരോഹിത്യത്തിൽ അംഗത്വം ലഭിക്കുന്നുണ്ട്. പൗരോഹിത്യ സ്വീകരണത്തിലൂടെ പുരോഹിതർക്ക് ശുശ്രൂഷ പൗരോഹിത്യം ലഭിക്കുന്നു. മെത്രാന്റെ കൈവെപ്പിലൂടെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെടുന്നു. മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും, എല്ലാ ആത്മായരും, സ്ത്രീയും പുരുഷനും യേശുക്രിസ്തുവിന്റെ പൊതു പൗരോഹിത്യത്തിൽ പങ്കാളികളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കോമൺ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്. നമ്മളെല്ലാവരും മാമോദീസായിലൂടെ യേശുക്രിസ്തുവിന്റെ പൊതു പൗരോഹിത്യത്തിൽ പങ്കാളികളാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് വിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ പുരോഹിതൻ മാത്രമല്ല ഒരു ബലിയർപ്പിക്കുക. ശുശ്രൂഷ പൗരോഹിത്യം ലഭിച്ച പുരോഹിതൻ മുഖ്യ കാർമ്മികനായ ബലിയർപ്പിക്കുമ്പോൾ ബാക്കി ആത്മായ സഹോദരങ്ങൾ എല്ലാവരും തങ്ങളുടെ മാമോദീസായിലൂടെ ലഭിച്ച പൊതു പൗരോഹിത്യത്തിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ ബലി അർപ്പിക്കുക. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം.
യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാണ്. നമ്മൾ ബലിയർപ്പകരായി യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ ബലിയിൽ നാം പങ്കുചേരുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിന്റെ യഥാർത്ഥമായ സാന്നിധ്യമാണ് ഓരോ വിശുദ്ധ ബലിയിലും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടണം. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ബലിയിലുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ അല്പം അല്പം ചോർന്നു പോകുന്ന അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ നാം കാണാറുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ അവസാനം വരെ, അവസാന ശ്വാസം വരെ നാം മുറുകെ പിടിക്കേണ്ട, ഒരിക്കലും നഷ്ടപ്പെടാൻ അനുവദിക്കാൻ പാടില്ലാത്ത ഈ ലോകത്ത് ഏറ്റവും അമൂല്യമായ ഒരു നിധിയാണ് വിശുദ്ധ കുർബാനയെന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി ഒരിക്കലും നഷ്ടപ്പെടുവാൻ നാം അനുവദിച്ചുകൂടാ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയിൽ നമ്മളുടെ റോൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഉചിതമാണ്. വിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്ന മുഖ്യ കർമ്മകനായി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കാളിയായിരിക്കുന്ന പുരോഹിതൻ, അവൻ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിൽ വൈദികൻ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ഇനി കൂടെയുള്ള ശുശ്രൂഷകള്, അൾത്താര ശുശ്രൂഷകള്, അവരാരെയാണ് സൂചിപ്പിക്കുക? അവർ മാലാഖമാരെയാണ് സൂചിപ്പിക്കുക. അൾത്താരിൽ ശുശ്രൂഷ ചെയ്യുന്ന അൾത്താര ബാലന്മാര്, അൾത്താര ശുശ്രൂഷികള് തിരിച്ചറിയണം. എപ്പോഴും നിങ്ങൾ വെറുതെ ഓടിച്ചാടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയല്ല, നിങ്ങൾ മാലാഖമാരെയാണ് സൂചിപ്പിക്കുന്നത്. മാലാഖമാരുടെ സാന്നിധ്യമാണ് ഓരോ വിശുദ്ധ കുർബാനയിൽ നിങ്ങളിലൂടെ വെളിപ്പെടുന്നത്. ഇനി അൽമായ സഹോദരങ്ങൾ ആരെ സൂചിപ്പിക്കുന്നു? സ്വർഗത്തിലെ സ്വർഗീയ ആരാധക വൃന്ദത്തെയാണ് വിശുദ്ധ ബലിയർപ്പിക്കുന്ന അൽമായ സഹോദരങ്ങളുടെ സാന്നിധ്യം സൂചിപ്പിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന് ശേഷം നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ടത് സ്വർഗത്തിലാണ്. നമുക്കറിയാം, ഈ സ്വർഗത്തിൽ നാം എന്താണ് ചെയ്യുക? മാലാഖമാരോടും വിശുദ്ധരോടും ഒത്ത് ത്രിയേക ദൈവത്തെ ആരാധിച്ച് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന, നിത്യകാലം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആഹ്ലാദിച്ച് സന്തോഷിച്ച് ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതമാണല്ലോ സ്വർഗത്തിൽ നാം കാത്തിരിക്കുന്നത്, നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് വിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ അൽമായ സഹോദരങ്ങളുടെ സാന്നിധ്യം സ്വർഗത്തിൽ ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗീയ സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വിശുദ്ധ ബലിയിലൂടെ ദൈവത്തിൽ ഒന്നാകേണ്ട ഞാൻ സ്വർഗത്തിൽ ദൈവത്തോട് ഒരുമിച്ചുള്ള ഒരു ജീവിതം നയിക്കേണ്ട വ്യക്തിയാണെന്നുള്ള സൂചനയാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. അതോടൊപ്പം തന്നെ ഒരു സ്വർഗത്തിന്റെ അനുഭവം ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് ലഭിക്കുകയാണ്. ദൈവത്തിന്റെ സ്വർഗത്തിൽ അവിടുത്തെ യഥാർത്ഥമായ സാന്നിധ്യമുള്ളതുപോലെ ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവത്തിന്റെ യഥാർത്ഥമായ സാന്നിധ്യത്തിന്റെ മുൻപിലാണ് നമ്മൾ ഉള്ളതെന്നുള്ള ആ ആഴമേറിയ ബോധ്യം ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്കുണ്ടാകണം. വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്ന വൈദികൻ പരികർമ്മം ചെയ്ത് കർത്താവിന്റെ തിരുശരീരങ്ങൾ രക്തങ്ങൾ എടുക്കുമ്പോൾ അയോഗ്യമായ ഈ കരങ്ങൾ കൊണ്ട് കർത്താവേ നിന്നെ സ്പർശിക്കുവാനുള്ള യോഗ്യതയിലെങ്കിലും അവിടുത്തെ തിരുശരീരത്തെ, യഥാർത്ഥമായ ശരീരത്തെ, പരിശുദ്ധ അമ്മ കരങ്ങളെടുത്ത യേശുക്രിസ്തുവിന്റെ ശരീരത്തെ തന്നെയാണ് നമ്മളും കരങ്ങളെടുക്കുന്നതെന്നുള്ള ആ വലിയ ആഴമേറിയ ബോധ്യത്തോടു കൂടി വേണം വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇനി വിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ ദേവാലയത്തിലെ ചില സ്ഥലങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ബലിപീഠം ഇരിക്കുന്ന ആ സ്ഥലത്ത് പറയുന്ന പേരാണ് മദ്ബഹ. മദ്ബഹ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. ചില സമയങ്ങളിൽ മദ്ബഹ ഈശോയുടെ കല്ലറ അടക്കം ചെയ്തിരിക്കുന്ന തോട്ടത്തെ സൂചിപ്പിക്കുന്നു. തിരുശരീരം അടക്കം ചെയ്തിരിക്കുന്ന കല്ലറ
സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെ സൂചിപ്പിക്കുന്ന നിമിഷങ്ങളിൽ ഈ ബലിപീഠം, നമ്മൾ ബലിയർപ്പിക്കുന്ന ബലിപീഠം, അത് ഈശോയുടെ ശരീരം അടക്കം ചെയ്ത കല്ലറയാണ് സൂചിപ്പിക്കുക. സ്വർഗത്തെ സൂചിപ്പിക്കുന്ന നിമിഷങ്ങൾ, ഈശോയുടെ കല്ലറ സ്ഥിതി ചെയ്യുന്ന ആ തോട്ടത്തെ സൂചിപ്പിക്കുന്ന നിമിഷങ്ങൾ, അതോടൊപ്പം തന്നെ ആ നിമിഷത്തിൽ ഈശോയുടെ തിരുശരീരം അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയെ സൂചിപ്പിക്കുന്ന ബലിപീഠം ആ മധുബഹയിൽ വിശുദ്ധ കുർബാനയുടെ വിവിധ നിമിഷങ്ങളിൽ നാം അനുഭവിക്കുന്നു. ഇനി മധുബഹയ്ക്ക് താഴെ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ഹൈക്കല. ഹൈക്കല എന്തിനെ സൂചിപ്പിക്കുന്നു? അത് ഭൂമിയെ സൂചിപ്പിക്കുന്നു. അൽമാരിലേർ നിന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്ന ആ സ്ഥലം, മധുബഹയ്ക്ക് മുമ്പിൽ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം, അത് ഭൂമിയെ സൂചിപ്പിക്കുന്നു. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എത്രമാത്രം ഭക്തിയോടും എത്രമാത്രം ബഹുമാനത്തോടും ആദരവോടും കൂടി പരിശുദ്ധമായ ദേവാലയത്തിൽ പ്രവേശിക്കണം എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ മറ്റൊരു ഹോളിലേക്ക് പോകുന്ന പോലെ അന്ന് പലരും ദേവാലയത്തിൽ കയറുമ്പോൾ നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ചാണ് ദേവാലയത്തിലേക്ക് കയറുക. ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഇത്രമാത്രം ഭക്തിയോടും ആദരവോടും കൂടി പ്രവേശിക്കണമെങ്കിൽ, ആരെങ്കിലും മധുബഹായിലേക്ക് കയറുന്നുണ്ടെങ്കിൽ സ്വർഗത്തെ സൂചിപ്പിക്കുന്ന കർത്താവിൻ്റെ തിരുക്കല്ലറസ് തോട്ടത്തെ സൂചിപ്പിക്കുന്ന പരിശുദ്ധമായ മധുബഹയിലേക്ക് കയറുമ്പോൾ എത്രമാത്രം വിശുദ്ധിയോടും ആദരവോടും ബഹുമാനത്തോടും കൂടെ അവിടെ ആയിരിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, നമ്മുടെ അൾത്താരകളിൽ ശുശ്രൂഷ ചെയ്യുന്ന കപ്യാരിമാര്, അൾത്താര ശുശ്രൂഷകർ, വലിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന അൾത്താര ശുശ്രൂഷകരുണ്ട്. അവർ പരികർമ്മം ചെയ്യുന്ന ബലിപീഠവും മധുബഹയുടെയും പരിശുദ്ധി മനസ്സിലാക്കി എത്രമാത്രം പരിശുദ്ധമായ ആ സ്ഥലങ്ങളിലായിരിക്കുവാൻ പരിശ്രമിക്കുന്ന അൾത്താര ശുശ്രൂഷകരെ കണ്ടിട്ടുണ്ട്. ഞാനോർക്കുക, എൻ്റെ ഇടവകയിൽ അൾത്താര ശുശ്രൂഷ ചെയ്യുന്ന ജെയിംസ് ചേട്ടൻ എനിക്ക് വലിയൊരു പ്രചോദനമാണ്. ഈ വ്യക്തി കണ്ണൂർ ജില്ലയില് പയ്യാവൂരടുത്ത് തിരുവരെന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം, അവിടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യാളന്റെ നാമധേയത്തിലാണ് എൻ്റെ ഇടവക ദേവാലയം സ്ഥിതി ചെയ്യുക. തിരുവര് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യാളന്റെ ദേവാലയം, എൻ്റെ ഇടവക ദേവാലയം. ഈ ദേവാലയത്തിലെ പ്രധാന ശുശ്രൂഷി ജെയിംസ് ചേട്ടൻ, അദ്ദേഹം ഒരു ദിവസം എന്നോട് പങ്കുവച്ചൊരു കാര്യം എന്നെ ഒരുപാട് സ്പർശിച്ചു. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തെ ദേവാലയ ശുശ്രൂഷയായി നിയമിച്ച വൈദികൻ ആ നിമിഷത്തിൽ അദ്ദേഹത്തെ മധുബഹയിൽ അൾത്താരുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് ശിരസിൽ കൈവച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് നൽകുന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ഈ മകനെ അധികാരപ്പെടുത്തുന്നു പറഞ്ഞ് അധികാരപ്പെടുത്തി ഒരു ദൗത്യം ഏൽപ്പിച്ചു. അത് അതിന്റെ ഗൗരവത്തിൽ തന്നെ ജെയിംസ് ചേട്ടൻ ഏറ്റെടുത്തു. എന്നിട്ട് ഈ വൈദികൻ വികാരിയച്ഛൻ ജെയിംസ് ചേട്ടനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: രാവിലെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ ഇപ്രകാരം പ്രാർത്ഥിക്കണം: കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എനിക്ക് നൽകിയിരിക്കുന്ന മാമോദീസയിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന പൊതു പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഞാൻ എന്നെ തന്നെയും ഈ ദേവാലയത്തെയും വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ് ചേട്ടൻ ഹന്നാമള്ളം എടുത്ത് മധുബഹയിലും അതുപോലെ തന്നെ ഹൈക്കലയിലും പോയി തളിക്കണം. അതിനുശേഷം വേണം ശുശ്രൂഷ ആരംഭിക്കുവാനെന്ന് വികാരിയച്ഛൻ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ജെയിംസനെ പറഞ്ഞു, അച്ഛാ, എനിക്ക് കിട്ടിയൊരു വലിയ ബോധ്യം ഇതാണ്. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ദേവാലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ കുളിച്ച് ദേഹശുദ്ധി വരുത്തും, മാനസികമായ ശുദ്ധി വരുത്തും. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഹൃദയത്തെ പ്രാർത്ഥന കൊണ്ട് ഒരുക്കും. വീട്ടിൽ നിന്ന് അല്പം ദൂരമുണ്ട് ദേവാലയത്തിലേക്ക് വരുവാൻ. നടക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേ ആണ് ദേവാലയത്തിലേക്ക് വരിക. കാരണം
ഞാൻ കയറുവാൻ പോകുന്നത് മദ്ബഹയിലേക്കാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി, ദൈവീക കാര്യങ്ങളാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി അദ്ദേഹം ദേവാലയത്തിലേക്ക് വരുന്നു. അദ്ദേഹത്തിൽ വന്ന് ആദ്യം തുറന്നു കയറുന്ന സങ്കീർത്തിയിലേക്കാണ്. അവിടെ ക്രൂശിത രൂപമുണ്ട്. ആദ്യം ക്രൂശിത രൂപത്തിന്റെ മുൻപിൽ പോയി പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷ ചെയ്യാൻ എന്നെ വിശുദ്ധീകരിക്കണം, യോഗ്യതയുള്ളവരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മദ്ബഹയിലേക്ക് കയറി സർക്കരായിക്ക് മുമ്പിൽ കുമ്പിട്ട് സർവ്വതും സമർപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാ: ഞാൻ സമർപ്പിക്കുമ്പോൾ ഈ ഇടവക ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരിക്കുന്ന എല്ലാ വികാരിയച്ഛന്മാരെയും, ഈ ഇടവകയിൽ നിന്ന് അച്ഛന്മാരായിരിക്കുന്ന അച്ഛന്മാരെയും, സമർപ്പിതരെയും, ലോകത്തുള്ള സർവ്വ വൈദികരെയും മെത്രാന്മാരെയും സമർപ്പിതരെയും എല്ലാം ഒരു സമർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇവരെല്ലാം സമർപ്പിച്ച് എളിയ ദാസനെയും ഈ അൾത്താരിൽ ശുശ്രൂഷ ചെയ്യാൻ ദൈവമേ നീ അനുവദിച്ചല്ലോ എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞ് എല്ലാം കാഴ്ചവെച്ച്, വികാരിയച്ഛൻ പറഞ്ഞതുപോലെ, ദൈവമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എനിക്ക് മാമോദീസായിട്ട് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തിൻ്റെ അധികാരത്തിൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, ഈ ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്നു പറഞ്ഞ് ഹന്നാവെള്ളം എടുത്ത് തളിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തൻ്റെ ദേവാലയ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നു. അതിനുശേഷം എല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ അദ്ദേഹം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയിൽ വിശുദ്ധീകരിക്കപ്പെട്ടു ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരിക്കുന്ന വികാരിയച്ഛന്മാരെയും ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന വികാരിയച്ഛനെയും അന്ന് ബലിയർപ്പിക്കുന്ന വികാരിയച്ഛനെയും സമർപ്പിച്ച്, പ്രിയമുള്ള സഹോദരങ്ങളെ, സമർപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ അൾത്താരിൽ കപ്പ്യാരിമാർ, ഒരുപക്ഷെ വികാരിയച്ഛന്മാരൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെട്ടോ അരിച്ചപ്പെട്ടൊക്കെ സംസാരിക്കുന്ന നിമിഷങ്ങളുണ്ട്. അപ്പം കപ്പ്യാറിന് സാധാരണ ദേവാലയ ശുശ്രൂഷ മനസ്സിൽ അല്പം വെറുപ്പോ വിഷമമോ സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടാകാം. അദ്ദേഹം പറയുകയാണ്, ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് മുൻപ് ഈ അച്ഛനെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്തെങ്കിലും മനസ്സിൽ ഏതെങ്കിലും വൈദികരിൽ നിന്ന് എന്തെങ്കിലും അസ്വസ്ഥതയോ സങ്കടമോ ഒക്കെ ഉണ്ടായ നീരസമോ വെറുപ്പുണ്ടെങ്കിൽ അതെല്ലാം ഈശോയെ കൊടുത്തതിന് ശേഷമേ മദ്ബഹയിൽ ശുശ്രൂഷ ആരംഭിക്കുകയുള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര മാതൃകാപരമായ ഒരു അൾത്താര ശുശ്രൂഷയുടെ ജീവിതം! നമ്മുടെയൊക്കെ ഇടവുകളിൽ ദേവാലയങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷിതരും മാതൃകയാണ്. ഇതുപോലെ വിശുദ്ധരായ എത്രമാത്രം ദേവാലയ അൾത്താര ശുശ്രൂഷകരുണ്ട് നമ്മുടെ നാട്ടിൽ, സഭയിൽ. ദേവാലയത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പരിശുദ്ധ സക്രാരിക്ക് മുമ്പിൽ വണങ്ങി കുമ്പിട്ട് വേണം ക്രോസ് ചെയ്യുവാൻ. ഇന്ന് പലർക്കും ഇപ്രകാരമൊക്കെ ചെയ്യുവാൻ സാധിക്കാതെ വരുന്നു. വിശുദ്ധ കുർബാനയുടെ ഒരു സമയത്ത് ത്രിത്വൈക ദൈവത്തിന്റെ സിംഹാസനമായി ബലിപീഠം മാറുന്ന ഒരു നിമിഷമുണ്ട്. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ലഭിക്കുന്ന നിമിഷം. സിറോ മലബാർ സഭയിൽ വിശുദ്ധ ബലി അർപ്പിക്കും, പ്രത്യേകിച്ച് സിറോ മലബാർ കുർബാന അർപ്പിക്കുമ്പോൾ ബേമയിൽ നിന്ന് 3 പ്രാവശ്യം വൈദികൻ കുമ്പിട്ട് അൾത്താരിലേക്ക് ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമുണ്ട്. ബേമയിൽ നിന്ന് തിരിഞ്ഞ് 3 പ്രാവശ്യം കുമ്പിട്ട് ബലിപീഠത്തിലേക്ക് പ്രവേശിച്ച് വൈദികൻ ബലിപീഠത്തിൽ 3 പ്രാവശ്യം ചുംബിക്കുന്ന ഒരു നിമിഷമുണ്ട്. 3 പ്രാവശ്യം ബലിപീഠം ചുംബിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ സിംഹാസനമാണ് അവിടെ അപ്പോൾ സൂചിപ്പിക്കുക. പരിശുദ്ധ ത്രിത്വത്തിന്റെ സിംഹാസനത്തെയാണ് ബലിപീഠം സൂചിപ്പിച്ച് വൈദികനോട് ചുംബിക്കുക. പരിശുദ്ധ ത്രിത്വത്തോടുള്ള ആദരവും ബഹുമാനവും 3 പ്രാവശ്യം ബലിപീഠം ചുംബിക്കുന്നതിലൂടെ വൈദികൻ പ്രകടിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ബലി അൾത്താരിയിൽ അവിടെ തുടരുക. ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധമായ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ സാധിക്കും. നമ്മൾ ഒരുക്കത്തോടെ വിശുദ്ധ ബലിപീഠത്തെയും വിശുദ്ധ ദേവാലയത്തെയും മദ്ബഹയെയും ഒക്കെ ആ പരിശുദ്ധിയോടെ ദർശിച്ചുകൊണ്ട് നമ്മൾ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുമ്പോൾ, ദേവാലയത്തിലായിരിക്കുമ്പോൾ വിശുദ്ധ ബലിമധ്യയെ സ്വർഗത്തിന്റെ അനുഭവമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഓരോ വിശുദ്ധ കുർബാന മധ്യേ
ആ ബലിപീഠത്തിന് മുൻപിൽ ഞാനുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.